അമീർ ഖാനെ മോന് പണ്ടത്തെ പോലെ ഇപ്പോഴെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചോദിച്ചത് മറ്റാരുമല്ല, ഹാർഷ് തിവാരി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ട്വിറ്ററിൽ ഇപ്പോഴത്തെ എക്സ് പ്രൊഫൈലിൽ ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിനൊരു പശ്ചാത്തലമുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ 10 വർഷമായി മോഡിജി ഭരിക്കുന്നു, 3-ാം തവണ ഭരിക്കുന്നു. ഈ 10 വർഷത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തകർ, സെലിബ്രിറ്റീസ്, സിനിമാ നടന്മാർ, പിന്നെ സാമൂഹിക നിരീക്ഷകരായിട്ടുള്ള വളരെ ശക്തരായ അരവിന്ദ് കെജ്രിവാൾ ജി, പ്രശാന്ത് ഭൂഷൺ ജി, കുറച്ച് സമയം നമ്മുടെ ബൃന്ദ കാരാട്ട് ജി ഒക്കെ അടക്കമുള്ളവർ അണ്ണാ ഹസാരയ്ക്ക് ചുറ്റിനും ഇരുന്ന്, സാധാരണ മരിച്ചു കിടക്കുന്നവർക്ക് ചുറ്റിനും ഇരുന്ന് നമ്മൾ യാസീൻ ഓതുന്നത് പോലെയും ദിക്റി ചെല്ലുന്നത് പോലെയും ഒക്കെ ചുറ്റിനും ഇരുന്ന് അഴിമതിക്കെതിരെയുള്ള ദിക്റും യാസീനുമൊക്കെ ഓതുന്ന ഭാവത്തിൽ പലതും പ്രചരിപ്പിച്ച ശേഷം ഇപ്പോൾ അവരൊക്കെ എവിടെയാണ്? അതിലൊരു മുഖ്യമന്ത്രി അഴിമതി കേസിൽ തന്നെ ജയിലിലാണ്. പ്രശാന്ത് ഭൂഷൺ വളരെ നേരത്തെ തന്നെ 2 കാര്യത്തിൽ അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട്, 1 അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചതിൽ, 2 ആ പിന്തുണയിലൂടെ BJPക്ക് അധികാരത്തിന് കളമൊരുക്കിയതിൽ, അതിനുവേണ്ടി അണ്ണാ ഹസാരയെ പോലെയുള്ളവരെ പിന്തുണച്ചതിൽ ഒക്കെ പറഞ്ഞ് അദ്ദേഹം കളം മാറി. ഏതായാലും ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹർഷ് തിവാരി എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ചോദിച്ചത് എന്താണെന്നറിയോ? ഡ്യൂറിങ് ദ UPA ഗവൺമെൻറ്, അമീർ ഖാൻ യൂസ്ഡ് ടു കം അപ്പ് വിത്ത് എ ഷോ നെയിംഡ് സത്യമേവ് ജയതേ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടാർഗറ്റ് ദ ഗവൺമെൻറ് ത്രൂ ഡിഫറെൻറ്റ് ഇഷ്യൂസ്. ഡസ് അമീർ ഖാൻ ഓർ എനി ആക്ടർ ഹാവ് ദ ഗട്ട്സ് ടു ടാർഗറ്റ് ദ BJP ഗവൺമെൻറ് ടുഡേ? ദിസ് ഈസ് കോൾഡ് ഡിക്റ്റേറ്റർഷിപ്പ്. അതായത് ഹർഷ് തിവാരി പറഞ്ഞിരിക്കുന്നത്, UPA സർക്കാരിൻ്റെ കാലത്ത് അമീർ ഖാൻ രംഗത്ത് വന്നിരുന്നു സത്യമേവ ജയതേ എന്ന് പറഞ്ഞ ഒരു ഷോയുമായി. എന്നിട്ട് അതിൽ ചെയ്തതെന്താ? ഗവൺമെൻറ്റിനെ, അന്നത്തെ UPA സർക്കാരിനെ വ്യത്യസ്തമായ രീതിയിൽ ഓരോ വിഷയങ്ങളിലും വിമർശിക്കുകയും ലക്ഷ്യം വെക്കുകയും ഉന്നം വെക്കുകയും അതിൻ്റെ സന്ദേശങ്ങൾ പകർത്തുകയും ഒക്കെ ചെയ്തതാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി അമീർ ഖാൻ്റെ ഈ ഷോയില്ല. ഷോയുടെ കടയടച്ച് പൂട്ടി. ഇപ്പോൾ ആ ഷോയുടെ കട ചായക്കടയായിട്ട് ഉപയോഗിക്കുന്നു. അമീർ ഖാന് ധൈര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ സർക്കാരിൻ്റെ എന്തെങ്കിലും ശരിയല്ലായ്മയ്ക്കെതിരെ ശബ്ദമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ചോദ്യം. കഴിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് ഇവിടെ ഒരു ഏകാധിപത്യം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഈ ഹർഷ് തിവാരി പറയുന്നത്. സത്യത്തിൽ ആ സമയങ്ങളിൽ ശബ്ദമുയർത്തിയ, തൂലിക ചലിപ്പിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ മൗനത്തിലാണ്, കൂറുക്കം വലിച്ചുറങ്ങുന്നത്.